ഹായ് ഗൈസ്, അപ്പം ഇന്ന് ഞാനത് അവിടെ ഒരുങ്ങി നിൽക്കുന്നത് എന്താ വെച്ചാൽ വണ്ടികൾ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ആരാ എന്താണ് മൈൻഡ് ചെയ്യണ്ട. സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതായിരിക്കാണ്ട് മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കിത് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നു, എവിടെ ഏൽക്കുന്നു ഒന്നും ഏൽക്കുന്നില്ല കേട്ടോ. അപ്പൻ്റെ ഫ്രണ്ട്സും ഞാനും ഒക്കെ കൂടിയാണ് പോകുന്നത്. മൂവി വേറൊന്നുമല്ല, സർവം മായ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ബൈ. അപ്പം ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്ത് കമത്തി കേട്ടോ. ആക്ച്വലി ആ ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എൻ്റെ ഹെൽമെറ്റ് തന്നെയാണ്. യൂഷ്വലി ഞാൻ വെക്കുന്നത് പോലെയല്ല. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ മുടി വന്നിട്ട് ഈ കൊണ്ട കണക്ക് കെട്ടിയത് കൊണ്ട് തന്നെ മുടി ഇങ്ങനെ പാറിയിട്ട് കണ്ണിലൊക്കെ വരുന്നു. കൊണ്ട കണക്ക് കെട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ വണ്ടി കയറി ഇരുന്ന്. പിന്നെ ഷൈമത്തത്തെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ആക്ച്വലി എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളും ഇനി ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ജബറി തിയേറ്ററിലാണ് പോയിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർവം മായയാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ 2-3 ചെറിയ ചെക്കന്മാർ വന്നിട്ട് എന്ത് പറഞ്ഞു, കുട്ടികൾ വന്നിട്ട് എന്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കും കൂടെ ടിക്കറ്റ് എടുത്ത് തരിക. അവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവർക്ക് 3 പേർക്കും ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പോൾ തന്നെ എന്താ പറയുക, അവർ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ ഉള്ള സീറ്റാണെന്ന് വെച്ചിട്ട് അവർ ഞങ്ങൾക്ക് ഫ്രണ്ടിലാണ് സീറ്റാണെന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി ബുക്ക്ഡാണ്. പിന്നെ 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഉറപ്പായി ബാക്കിൽ കിട്ടുമായിരുന്നു കേട്ടോ സീറ്റ്. പക്ഷേ മൊത്തത്തിൽ പണി കിട്ടിയത് അവിടെയായിരുന്നു. പിന്നെ സാരില്ല, അപ്പോൾ ആൺകുട്ടികൾക്കൊന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പടം ഒന്ന് എൻജോയ് ചെയ്തിട്ടില്ല. നിൽക്കുക പെട്ടെന്ന് നല്ല അടിപൊളി പടമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ പരസ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി പടമായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിലായപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിൽ ഞാൻ തിയേറ്ററിൽ വന്ന് കഴിക്കുന്ന ഒരു സാധനമാണ് കോഫി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 1-2 മെയിൽ ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായി തിയേറ്ററിനകത്തുനിന്ന് പുറത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഷൈമത്തത്തെ പോയി നല്ല അടിപൊളി ക്രീമി കോഫിയൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അതൊക്കെ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സിനിമ കഴിക്കും. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് വേറെ എങ്ങോട്ടല്ലോ, എങ്ങോട്ടാണ് പോകുന്നത്, വണ്ടി എടുക്കണ്ടേ ഗൈസ്. അത്രയും തിരക്കായിരുന്നു. അല്ല അസലൊരു തിരക്കുള്ളൊരു ടൈമായിരുന്നു. ഞങ്ങൾ 3 പേരും ഇതുവരെ ഇങ്ങനെ പോയിട്ട് ഒരു തിരക്കുള്ളൊരു ഫിലിം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ തന്നെ കെട്ടിയെടുത്ത് പോവുകയും അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ അസൽ നല്ലൊരു തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല പടം അടിപൊളിയായിരുന്നു. ചിരിച്ച് അയ്യോ ഒരു വിധായി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഒരു കോഫിയും കൂടെ കുടിക്കാമെന്നുള്ള ബേസിൽ പോവുകയാണ്. നിങ്ങൾക്കറിയാം ഞാൻ എന്ത് വീഡിയോ ചെയ്താലും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്.